ദൈവത്തോട് അടുത്തു വന്നാൽ, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ, ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചാൽ എന്ത് സംഭവിക്കും? രണ്ട് കാര്യം. ദൈവത്തോട് അടുത്ത് വന്നാൽ എന്ന് പറഞ്ഞാൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കും. ദൈവത്തിന് അടുക്കൽ വന്നാൽ അങ്ങനെ സംഭവിക്കും. രണ്ട്, ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചാൽ എന്ത് സംഭവിക്കും? സെഫന്യാവിൻ്റെ പുസ്തകം എടുക്കണം. ഞാനന്ന് അതിൽ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. സെഫന്യാവിൻ്റെ പുസ്തകം എവിടെയാണ്? 974 പേജിൽ എടുക്കണം. ഹല്ലേലൂയ. അതിൻ്റെ 3-ാം അധ്യായത്തിൽ നിന്നും ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പാപം നിറഞ്ഞ പട്ടണം, പാപം നിറഞ്ഞ ജനം, ഹല്ലേലൂയ, ന്യായപ്രമാണത്തെ ബലാത്കാരം ചെയ്തിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. റേപ്ഡ്. പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കി. ദൈവവേല ചെയ്യുന്നെന്ന് പറയുന്നവർ മന്ത്രം ചെയ്യുന്നു, കള്ളു കുടിക്കുന്നു, വൃത്തികേട് കാണിക്കുന്നു. പ്രഭുക്കന്മാർ ഗർജിക്കുന്നു സിംഹങ്ങളെ പോലെ. ചർച്ചിൻ്റെ എൽഡേഴ്സ്, ന്യായാധിപന്മാർ ചെന്നായ്ക്കളെ പോലെയാകുന്നു. പ്രവാചകന്മാർ വിശ്വാസപാതകരായിരിക്കുന്നു. ഫലം, വീഥികൾ ശൂന്യമായി. അധപതനം സംഭവിച്ചു. മനസ്സിലായോ? ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരാണ് ഇവരൊക്കെ. ഏതാ? പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ, ന്യായാധിപന്മാർ, പ്രവാചകന്മാർ. അവരധപ്പതിച്ച് കഴിയുമ്പോൾ കഷ്ടമാണ്. വീഥികൾ ശൂന്യമായി, അധപ്പതനം സംഭവിച്ചു. 9-ാമത്തെ വാക്യം, ജനം ദൈവത്തെങ്കിലേക്ക് തിരിയുന്നു. ഹല്ലേലൂയ. ദൈവത്തെ സേവിക്കുവാൻ നിശ്ചയിക്കുന്നു. പെട്ടെന്ന് ഒരു മാനസാന്തരം. 10-ാമത്തെ വാക്യം, സത്യാരാധനയിലേക്ക് അവർ മടങ്ങി വരുന്നു. നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ നിങ്ങൾ സത്യാരാധനയിലേക്ക് മടങ്ങിപ്പോകണം. 12-ാമത്തെ വാക്യം, താഴ്മയും ആത്മാവിൽ ദാരിദ്ര്യവും ഉള്ളൊരു ശേഷിപ്പ് ഉണ്ടാകും. താഴ്മ, ആത്മാവിൽ ദാരിദ്ര്യം. എനിക്ക് കുറച്ചുകൂടെ വേണം, എനിക്ക് ദൈവത്തെ അറിയണം, ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ എനിക്ക് പ്രാർത്ഥിക്കണം. പണ്ട് കാലത്തൊക്കെ ചർച്ചുകളിലെ സർവീസുകളൊക്കെ നീണ്ടതായിരുന്നു. എന്നാൽ അത് കുറഞ്ഞ് ഇപ്പോൾ ചിലയിടങ്ങളിലൊക്കെ 1 മണിക്കൂറിൻ്റെ ആരാധനയുണ്ട്. പഴയ കാലത്ത് കൺവെൻഷനിൽ 2 പ്രസംഗങ്ങളുണ്ടായിരുന്നു. ഇപ്പം ചെന്ന് കഴിയുമ്പോൾ പറയും എളുപ്പങ്ങ് നിർത്തണേ, 1 മണിക്കൂർ കഷ്ടിച്ചേ തരത്തുള്ളൂ, 40 മിനിറ്റ് തരത്തുള്ളൂ, 45 മിനിറ്റ്. ഞാൻ പറയും, എനിക്ക് 1.5 മണിക്കൂർ തരാൻ വയ്യായെങ്കിൽ ദൈവത്തെ ഓർത്ത് എന്നെ വിളിക്കാൻ പാടില്ല, വേറെ ആരെങ്കിലും വിളിച്ചാട്ടെ, എനിക്ക് 1.5 മണിക്കൂർ വേണം. ഇവിടെ അങ്ങനെയല്ല. ആത്മാവിൽ ദാരിദ്ര്യമുള്ള ഒരു ജനം. 13-ാമത്തെ വാക്യം, അവർ നീതികേട് പ്രവർത്തിക്കുകയില്ല, ഭോഷ്ക് പറയുകയുമില്ല, ചതിവ് സംസാരിക്കുകയുമില്ല. ഹല്ലേലൂയ. പാപത്തെ മൊത്തമായിട്ട് ഉപേക്ഷിച്ച ജനം. 15-ാമത്തെ വാക്യം, ദൈവം ന്യായവിധികളെ മാറ്റിത്തരും, ശത്രുവിനെ ശാപം പിശാച് നീക്കിത്തരും. ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ മാറും. യഹോവ നിന്റെ മധ്യേ ഇരിക്കും, ഇനി നീ അനർത്ഥം കാണുകയില്ല. കേട്ടോ, അനർത്ഥത്തിലായിരിക്കുന്ന ജനമേ, ദൈവത്തിലേക്ക് തിരിയുക. ദൈവത്തിൻ്റെ അടുക്കൽ വന്നു കഴിയുമ്പോൾ നിനക്ക് സകലത്തിൽ നിന്നും ഒരു വിടുതൽ ഉണ്ടാകും. നീ അനുഗ്രഹം പ്രാപിക്കും. ഇതാ മടങ്ങി വന്നതിനാൽ, വിശുദ്ധ ജീവിതം നയിക്കുന്നതിനാൽ, ആരാധിക്കുന്നതിനാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എഴുതി വച്ചിരിക്കുകയാണ്. 17 അനുഗ്രഹങ്ങൾ. സെഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. 17 അനുഗ്രഹങ്ങൾ. 1, അവൻ നിങ്ങളുടെ ദൈവം എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളും. എനിക്ക് സന്തോഷം തരുന്ന ഒരു വാക്യമാണിത്. എബ്രായ ലേഖനത്തിലും പറയുന്നുണ്ട്, അവൻ അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ഇവിടെ ലജ്ജിക്കുക മാത്രമല്ല, അഭിമാനം കൊള്ളും. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു വന്നാൽ, പാപം ഉപേക്ഷിച്ച് കളഞ്ഞാൽ, പാപകാരണങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞാൽ, നമ്മുടെ ദൈവം, സ്വർഗസ്ഥല ദൈവം, നിങ്ങളുടെ ദൈവം എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളും. അബ്രഹാമിൻ്റെ ദൈവം എന്ന് പറയുന്ന അവൻ അഭിമാനമാണ്. ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ, യോസഫിൻ്റെ, മോശയുടെ, യോശുവയുടെ, ഏലിയാവിൻ്റെ, എലീശായുടെ, ദാവീദിൻ്റെ ദൈവം എന്ന് പറയുന്നതിൽ അവൻ അഭിമാനം കൊള്ളുന്നത് പോലെ തന്നെ നിന്റെ ദൈവം എന്ന് പറയുന്നതിലും അഭിമാനം കൊള്ളും. കൂടപ്പിറപ്പെ, ഈ ദൈവത്തിൻ്റെ പൈതലായിട്ട് ജീവിക്കുക, പാപങ്ങൾ ഉപേക്ഷിക്കുക, ദൈവത്തോട് ചേർന്ന് നടക്കുക. 2, അവൻ നിങ്ങളുടെ മധ്യേ ഇരിക്കും. ജീവിക്കുന്ന ദൈവം നിങ്ങളുടെ മധ്യേ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളൊക്കെ ചോദിക്കുകയാണ്, ഈ ജീവിക്കുന്നവനായ ദൈവം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, ജീവിക്കുന്നവനായ ദൈവം നിങ്ങളുടെ മധ്യത്തിലുണ്ടെങ്കിൽ, ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? കഷ്ടതയായിരിക്കുമോ? പ്രയാസമായിരിക്കോ? ദുഃഖമായിരിക്കോ? അനർത്ഥമായിരിക്കോ? കണ്ണുനീരായിരിക്കോ? നിലവിളിയായിരിക്കോ? കുടുംബകലഹമായിരിക്കോ? എൻ്റെ ചോദ്യത്തിന് മറുപടി തരിക. നിങ്ങളോട് തന്നെ മറുപടി പറയുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ത് സംഭവിക്കും? ദൈവം നിങ്ങളുടെ മധ്യേ ഉണ്ടെങ്കിൽ. അനുഗ്രഹം നിങ്ങളെ തേടി വരത്തില്ലയോ? സമാധാനം നിങ്ങളെ തേടി വരത്തില്ലയോ? നിങ്ങളുടെ മക്കൾ നേരെയുള്ള മാർഗത്തിൽ നടക്കത്തില്ലയോ? നിങ്ങളുടെ മകളുടെ വിവാഹം നടക്കത്തില്ലയോ? നിങ്ങളുടെ പേറും പിറപ്പും ഉണ്ടാകത്തില്ലയോ? ഹല്ലേലൂയ. നിങ്ങൾക്ക് ഫലപുഷ്ടി, നിങ്ങളുടെ ഭൂമി ഫലപുഷ്ടി തരത്തില്ലയോ? തരും, തീർച്ചയായിട്ടും തരും. 3, നിന്റെ ദൈവമായി യഹോവ രക്ഷിക്കുന്ന വീരനായിരിക്കും. എന്തിൽ നിന്നെല്ലാം രക്ഷിക്കും? പാപത്തിൽ നിന്ന് രക്ഷിക്കും, കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് രക്ഷിക്കും, രോഗത്തിൽ നിന്ന് രക്ഷിക്കും, പിശാചിൽ നിന്ന് രക്ഷിക്കും, ആപത്തിൽ നിന്ന് രക്ഷിക്കും. നമ്മുടെ ദൈവം ആരാണ്? രക്ഷിക്കുക. പലരുടെയും വിചാരം രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അല്ല, സകലത്തിൽ നിന്നും. വാസ്തവത്തിൽ അതിൻ്റെ മൂലപദം എടുത്തു കഴിഞ്ഞാൽ വെൽനെസ് എന്നാണ്. രക്ഷ എന്ന് പറഞ്ഞാൽ വെൽനെസ് എന്ന് പറഞ്ഞാൽ ഒരു സുഖം, കംപ്ലീറ്റ് ഹീലിംഗ്. ഹല്ലേലൂയ. കഷ്ടനഷ്ടം, രോഗം, പിശാച്, ആപത്ത്, ഇതിൽ നിന്നെല്ലാം രക്ഷിക്കും. 4, അവൻ നിന്നിൽ ഘോഷത്തോടെ
ആനന്ദിക്കും. ഹല്ലേലൂയ. ഈ ദൈവം അവൻ ഘോഷത്തോടെ ആനന്ദിക്കും എന്ന് പറഞ്ഞാൽ വലിയ തമ്പറടിയൊക്കെ ആയിരിക്കും എന്നാണ്. ഹല്ലേലൂയ. ഗോഡ് വിൽ സെലിബ്രേറ്റ് ഓവർ യു. നിങ്ങളുടെ നാട്ടിൽ ഒരാൾക്ക് നോബൽ പ്രൈസ് കിട്ടിയാൽ, നിങ്ങളുടെ നാട്ടിൽ ഒരാൾക്ക് പ്രസിഡന്റ് അവാർഡ് കിട്ടിയാൽ, നിങ്ങളുടെ സഭയിൽ നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് ഇതുപോലൊരു അവാർഡ് കിട്ടിയാൽ നിങ്ങൾക്ക് സന്തോഷം ഒതുക്കാനൊക്കെ. എൻ്റെ ബലമായ വിശ്വാസം, എൻ്റെ വിചാരം ഇങ്ങനെയാണ്, നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഒരാൾക്ക് വലിയൊരു നോബൽ പ്രൈസ് കിട്ടിയിരിക്കട്ടെ. അപ്പോഴത്തേക്ക് എന്ത് കൊടുക്കും? ആ ടെലഗ്രാം വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ SMS വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് വരുമ്പോഴത്തേക്ക് എല്ലാവരും വിളിച്ചു അയ്യോ അയ്യോ അയ്യോ. അപ്പോഴത്തേക്ക് അപ്പച്ചൻ വന്ന് പറയും, അധികം ശബ്ദം ഉണ്ടാക്കാതെ. നാട്ടുകാർ പറയും നമ്മൾ അഹങ്കരിക്കുകയാണെന്ന്. പക്ഷെ നിങ്ങൾക്ക് ഒതുക്കാനൊക്കാത്തതായിട്ടുള്ള സന്തോഷം, സമാധാനം എൻ്റെ ദൈവം തരും. സന്തോഷം ഒതുക്കാൻ നിങ്ങൾ പാടുപെടും. യഹൂദന്മാർ റിജോയ്സ് ചെയ്യുന്നതാണ്. യെരുശലേമിൽ പോയിട്ടുള്ളവരെ നല്ലതുപോലെല്ലാം കാണിക്കുന്ന ഗ്രൂപ്പുകാരുമുണ്ട്, നല്ലതുപോലെല്ലാം കാണിക്കാത്ത ഗ്രൂപ്പുകാരുമുണ്ട്. നല്ലതുപോലെല്ലാം കാണിച്ചു കൊടുത്ത് വിശദമാക്കുന്ന ഗ്രൂപ്പുകാരോട് പോകാമെങ്കിൽ യഹൂദന്മാരുടെ ആരാധനയാണ്. പലരും പോയിട്ട് അതൊന്നും കണ്ടിട്ടില്ല. യഹൂദന്മാരുടെ ആരാധന ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ 2 പ്രാവശ്യം കാണിക്കാനുള്ള സന്മനസ് അച്ഛൻ കുഞ്ഞലന്തൂരിനുണ്ടായി. ഞാൻ ഓർക്കുന്നു, ഒരു ദിവസം എനിക്കറിയാം, അവരുടെ ചടങ്ങുകളൊക്കെ അറിയാവുന്നുണ്ട്. ഹോട്ടലിൽ ഒരു കുടുംബം മുഴുവൻ ആഹാരം കഴിക്കാൻ, അത് കഴിയുമ്പോൾ മുഴുവൻ അവർ ഒന്നിച്ച് വന്നിട്ട് ആരാധിക്കുന്നു. യഹൂദന്മാരെ ആരാധിക്കുമ്പോൾ എന്താതിശായാമി അങ്ങനൊന്നും അല്ല കേട്ടോ. അവരെല്ലാം കൂടെ കൊട്ടും മേട്ടമായിട്ട് അവർ നൃത്തം ചെയ്തുകൊണ്ട് അവർ ആരാധിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ സ്വർഗസ്ഥനായ ദൈവം നിന്നിൽ ആനന്ദിക്കുവാൻ ഇടയായിത്തീരും. അവർ കൊട്ടും പാട്ടും ഭയങ്കര ശബ്ദമാണ് കേട്ടോ, ഭയങ്കര ശബ്ദമാണ്, വളരെ അത്യുച്ചത്തിൽ. ഹല്ലേലൂയ. യഹൂദൻ്റെ ആരാധനയിൽ അവർ സന്തോഷിക്കുന്നു, അവർ തുള്ളിച്ചാടുന്നു, അവർ വട്ടം കറങ്ങുന്നു, അവർ നൃത്തം ചെയ്യുന്നു. ഹല്ലേലൂയ. എൻ്റെ ദൈവം, ഞാനല്ല, വിശ്വാസിയല്ല, ദൈവം. ഹല്ലേലൂയ. 5, അവൻ നിങ്ങളെ സ്നേഹിക്കും. അവൻ നിങ്ങളെ സ്നേഹിക്കും. ഉത്തമഗീതം പറയുകയാണ് 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു, എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട അടുത്ത വർഷം ഞാൻ കട്രായിൽ സുവിശേഷ വേലയ്ക്ക് പോയപ്പോൾ എന്നെ രോമാഞ്ചം കൊള്ളിച്ചൊരു വാക്യമാണ്. ഹല്ലേലൂയ. അവൻ എന്നെ അന്നെനിക്ക് പട്ടിണിയാണ്, അന്നെനിക്ക് പ്രയാസമാണ്. എൻ്റെ ഭാര്യ കീറിയ സാരി ഉടുത്തുകൊണ്ട് നടക്കുകയാണ്. ഞാൻ കണ്ടു, കീറിയ ബ്ലൗസ് ഇട്ടുകൊണ്ട് നടക്കുകയാണ്. റോഡിൽ കൂടെ നടക്കുന്നത് നല്ലതില്ലായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. തണുപ്പ് വന്നു, ഒരു സ്വെറ്റർ വാങ്ങിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ലായിരുന്നു, ഒരു നല്ല ഷാള് വാങ്ങിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് ഞാനുള്ള പൈസ എല്ലാം കൂടെ നുള്ളിപ്പെറുക്കിയപ്പോൾ 12 രൂപ കഷ്ടിച്ചു വന്നു. തണുപ്പ് കാലത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ട്രാക്ട് കൊടുക്കാനൊക്കെ പ്രയാസമാണ്. കാരണം അവിടെ മഴയാണ്, ഭയങ്കര ഐസ് വീഴുകയാണ്. അതുകൊണ്ട് ഞാൻ നുള്ളിപ്പറിക്കുക 12 രൂപയാണ്. എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഞാനൊരു തുണിക്കടയിൽ ചെന്നൊരു കള്ളം പറഞ്ഞു. ഞാനൊരു തുണിക്കടയിൽ ചെന്ന് വെച്ച് പറഞ്ഞു, നോക്കി, പാവപ്പെട്ട ഒരു സ്ത്രീക്ക് കൊടുക്കാനായി എനിക്കൊരു വില കുറഞ്ഞ ഷാള് വേണം. അവർ നോക്കി വെച്ച് എൻ്റെ ഒക്കെ പറഞ്ഞ് 15 രൂപ. ഞാൻ പറഞ്ഞു എൻ്റെ 12 രൂപയേ ഉള്ളൂ. അവർ പറഞ്ഞു പോട്ടെ, പാവപ്പെട്ട സ്ത്രീക്ക് കൊടുക്കാനുള്ള 12 രൂപയ്ക്ക് എന്തെങ്കിലും അവർ 12 രൂപയ്ക്കാണ്. അത് ഇട്ടുകൊണ്ടല്ലേ നടന്നത്. അതെ, പക്ഷേ ആ സമയത്ത് അവനെ രോമാഞ്ചം കൊള്ളിച്ചൊരു വാക്യം. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിച്ചെന്നു, എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൂടി സ്നേഹമായിരുന്നു. ഞാൻ പട്ടിണിയിലായിരുന്നപ്പോൾ ഞാൻ വിശ്വസിച്ചു എൻ്റെ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാം, എനിക്ക് കഴിഞ്ഞ 2016 തന്നെ ഏകദേശം എനിക്ക് ലില്ലിക്കും കൂടെ ഏകദേശം 10-25 ഷാള് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ അങ്ങ് കൊടുക്കും കേട്ടോ, എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ. ഹല്ലേലൂയ. കാരണം എൻ്റെ ദൈവം ഞങ്ങളുടെ പട്ടിണിയിൽ നിന്നും, ഞങ്ങളുടെ ദുഃഖത്തിൽ നിന്നും, ഞങ്ങളുടെ ഇല്ലായ്മയിൽ നിന്നും അവൻ ഞങ്ങളെ വീഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവൻ എൻ്റെ മീതെ പിടിച്ചിരുന്ന കൂടി സ്നേഹത്തിൻ്റെതായിരുന്നു. വാക്യം 6, അവൻ്റെ ഇടം കൈ എൻ്റെ തലയിൻ കീഴേ ഇരിക്കട്ടെ, അവൻ്റെ വലം കൈ എന്നെ ആശ്ലേഷിക്കട്ടെ, അവൻ തൻ്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ. ഒരു സ്ത്രീക്ക് ഇത് മനസ്സിലാക്കുവാൻ കഴിയും. വിവാഹിതയായ ഒരു സ്ത്രീക്ക് ഭർത്താവിൻ്റെ കരം, ഇടത്തുകരം. ഹല്ലേലൂയ. ഭർത്താക്കന്മാരെ അങ്ങനെ ചെയ്യണം കേട്ടോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരുടെ ഇടത്തുകരം എൻ്റെ തലയിൻ കീഴേ ഇരിക്കട്ടെ, അവൻ്റെ വലം കൈ എന്നെ ആശ്ലേഷിക്കട്ടെ, അവൻ്റെ അധരം എന്നെ ചുംബിക്കട്ടെ. ആരുടെ? യേശുവിൻ്റെ. ആരുടെ? എൻ്റെ ദൈവത്തിൻ്റെ. ഹല്ലേലൂയ. നീ പാപം വിട്ടൊഴിഞ്ഞ് ദൈവത്തിൻ്റെ ഇടയ്ക്കിലേക്ക് തിരിയാമെങ്കിൽ ഈ അനുഗ്രഹം നിൻ്റെതായി തീരും. അവൻ നിന്നെ സ്നേഹിക്കും. ഹല്ലേലൂയ. 6, അവൻ്റെ സ്നേഹം നിന്റെ സകല ഭയത്തെയും പുറത്താക്കും. അവൻ്റെ സ്നേഹം നിൻ്റെ സകലം. ഞാൻ ചോദിക്കുകയാണ്, യേശു കൂടെ ഉണ്ടാ പിന്നെന്തോ ഭയപ്പെടണം? ഹല്ലേലൂയ. കള്ളൻ നിൻ്റെ പുറകെ വന്നാലും, ദുഃഖം നിൻ്റെ പുറകെ വന്നാലും, നിനക്ക് ക്യാൻസറാണെന്ന് പറഞ്ഞാലും നിനക്ക് ഭയപ്പെടാനില്ല. കാരണം സൗഖ്യമാക്കുന്നവൻ, കാരണം നിൻ്റെ മൂത്തച്ചായൻ, കാരണം നിൻ്റെ നല്ലവനായ ദൈവം, കാരണം നിൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിൻ്റെ കൂടെയുണ്ട്. നിനക്ക് സന്തോഷിക്കുവാൻ കഴിയും. 2004 ഞാൻ എൻ്റെ സ്ഥാനമൊക്കെ വേറൊരാൾക്ക് കൊടുത്തിട്ട് ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും ഒരു മുറിയിലേക്ക് മാറി. എന്നിട്ട് ഞാൻ വീടൊക്കെ അന്വേഷിച്ചപ്പോൾ കിട്ടാതായി. അവസാനം ഞാൻ ലില്ലിക്ക്
എഴുതി. ലില്ലി അന്ന് ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ വിട്ടിരിക്കുകയാണ്. ഞാൻ മലേഷ്യയിൽ ഒരു ബൈബിൾ സ്കൂൾ പഠിക്കാൻ വിട്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ലില്ലി അവിടെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ലില്ലിക്ക് എഴുതി, ലില്ലി അന്വേഷിച്ചിട്ട് വീടൊന്നും കിട്ടുന്നില്ല കേട്ടോ. ചിലപ്പോൾ നമുക്ക് മിക്കവാറും ഒരു ചെറിയ ചേരി പ്രദേശത്തേക്ക്, അത്ര വലിയ ചേരി പ്രദേശമൊന്നുമല്ല എങ്കിലും നല്ല സ്ഥലമല്ല, നമുക്ക് അവിടത്തേക്ക് ചിലപ്പോൾ പോകേണ്ടി വരും. കാരണം പോട്ടെ, അതുകൊണ്ട് നമുക്ക് പോകേണ്ടി വരും. ലില്ലി എനിക്ക് മലേഷ്യയിൽ നിന്ന് അയച്ച മറുപടി ഇപ്രകാരമായിരുന്നു, ഇമെയിലായിട്ട് അയച്ചു. അച്ചായൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഡൽഹിയിലെ തെരുവിൽ മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങാനും എനിക്ക് മനസ്സുണ്ട്. എന്താ കാര്യം? അച്ചായൻ കൂടെ ഉണ്ടെങ്കിൽ. ഞാൻ നിങ്ങളുടെയൊക്കെ പറയാണ്, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ഭയം പുറത്തു പോകും. ഒരു ദിവസം എൻ്റെ രണ്ടാമത്തെ മകൻ, അവൻ ഇച്ചിരിയേ ഉള്ളൂ, അവനെ വെളിയിലിറങ്ങി, അവനെപ്പോഴും കളിയാണ്. അവനവിടെ വെളിയിലിറങ്ങിയ സമയത്ത് അവൻ്റെ കൂട്ടുകാരെ പിള്ളേർ അവനെ അടിച്ചു. അവൻ ചറപറ കുറേ അടി അങ്ങ് കൊടുത്തു കഴിയുമ്പോൾ ഓടി അവൻ വീടിനകത്ത് കയറി. മറ്റേ പിള്ളേർ വെളി വന്ന് നിൽക്കുക. അവർ പറയാ, വെളിയിൽ ബാ രാജാവ് ദിഖാവുക, ബാ രാജാവ്. അവൻ വെളിയിൽ ഇങ്ങനെ അകത്ത് ചിരിച്ചുകൊണ്ടിരിക്കുക. അവനൊരു കുസൃതിക്കാരൻ, അവനകത്ത് ചിരിച്ചുകൊണ്ടിരിക്കുക. ഇച്ചിരി കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, ഞാൻ വെളിയിലോട്ട് പോവുക. അവൻ പറഞ്ഞു, അമ്പിയാരാ, ഞാനും വരുന്നു. അവൻ എൻ്റെ കൂടെ വന്ന് അവൻ്റെ കൈക്ക് പിടിച്ചിരിക്കുക. അപ്പോൾ കൂട്ടുകാർ അപ്പുറത്ത് നിൽക്കുക. അന്നേരം എൻ്റെ മോൻ പറയാ, ആവോ 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 മേരെ ഡാഡി മേരെ സാത്ത്. ഇനിയും പറയുന്നത് കേട്ടാ, ഹല്ലേലൂയ. അവൻ്റെ സ്നേഹം നിന്റെ സകല ഭയത്തെയും പുറത്താക്കും. ഹല്ലേലൂയ. 7, അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളൊക്കെ ചോദിക്കുകയാണ്, അവൻ നിന്നിൽ സന്തോഷിച്ചു കഴിഞ്ഞാൽ നിനക്ക് ബഹുമതികൾ കിട്ടുവാനിടയായിത്തീരും. നാട്ടിൽ, സമൂഹത്തിൽ, സഭയിൽ ബഹുമതികൾ കിട്ടുവാനിടയായിത്തീരും. മുടിയനായ പുത്രൻ തിരികെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി? അവന് പുതിയ വസ്ത്രം കിട്ടി, ബഹുമതി കിട്ടി. അവന് മോതിരം കിട്ടി, ബഹുമതി കിട്ടി. അവന് ചെരുപ്പ് കിട്ടി. ഇതൊക്കെ ബഹുമതിയെ കാണിക്കുന്നതാണ്. ഹല്ലേലൂയ. നിന്റെ നാട്ടിൽ, നിന്റെ സമൂഹത്തിൽ, നിന്റെ സഭയിൽ നിനക്ക് ബഹുമതികൾ കിട്ടും. ഹല്ലേലൂയ. ജോസഫിന്, ഹല്ലേലൂയ, പിതാവ് അവനിൽ സന്തോഷിച്ചു കഴിഞ്ഞപ്പോൾ അവന് പല നിറത്തിലുള്ള ഒരു കോട്ട് കിട്ടി. എനിക്ക് എത്ര അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ അവരുടെയൊക്കെ പറഞ്ഞതെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞാട്ടെ. ഇതെല്ലാം എന്തോടിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് വെക്കാൻ സ്ഥലമില്ലെന്നുള്ള നില വന്നു. ഹല്ലേലൂയ. എൻ്റെ ദൈവം ആരാണ്? അവൻ നിന്നിൽ അത്യന്തം സന്തോഷം. അയ്യോ, എനിക്കുള്ള ഗുണം കൊണ്ട്, എൻ്റെ കുടുംബത്തിൻ്റെ ഗുണം കൊണ്ടുവല്ലോ, എൻ്റെ അപ്പൻ്റെ ഗുണം കൊണ്ടുവല്ലോ അല്ല. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വേദപുസ്തകത്ത് നടക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ ഉപദേശിയാകണമെന്നില്ല. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ പാസ്റ്റർ ആകണമെന്നില്ല. ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന സമയത്ത്, ഹല്ലേലൂയ, അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. നിങ്ങൾ ആരായിരുന്നാലും. 8, നിനക്കുള്ളവരെ ചേർത്തുകൊണ്ട് അവൻ നിന്നെ പുനഃസ്ഥാപിക്കും. അവൻ റിസ്റ്റോർ ചെയ്യും നിനക്ക് നഷ്ടമായത്. ദൈവത്തിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചുകൊണ്ട് നിനക്ക് എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടോ? ചിലപ്പോൾ ഭാര്യയെ നഷ്ടമായതായിരിക്കാം, ചിലപ്പോൾ സ്വത്ത് നഷ്ടമായതായിരിക്കാം, ചിലപ്പോൾ നിനക്ക് കിട്ടാനുള്ള വീതം നഷ്ടമായതായിരിക്കാം. പക്ഷെ വിഷമിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ സ്വർഗസ്ഥനായ ദൈവം നിനക്കെല്ലാം റിസ്റ്റോർ ചെയ്ത് തരും. ഞാൻ ദൈവത്തിൻ്റെ പൈതലായി ജീവിച്ചതുകൊണ്ട് എൻ്റെ പപ്പ എനിക്ക് സ്വത്ത് തന്നില്ല. പപ്പ 3 മക്കൾക്കും ഭാഗിച്ചു തന്നു. ഒരു ദിവസം ഞങ്ങൾ വീട്ടിലായിരിക്കും സമയത്ത്, ഞങ്ങൾ 4 ആൺമക്കളാണ്. ഞങ്ങൾ 4 ആൺമക്കളും കൂടെ കുറച്ച് പൂരി ഉണ്ടാക്കി, കുറച്ച് ഇറച്ചിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിച്ചു കഴിഞ്ഞും പപ്പ ഒരു പപ്പയുടെ ചാരി കസേര വന്നിട്ടുണ്ട്. മക്കളെല്ലാം ഇങ്ങോട്ട് വന്ന് എനിക്ക് കാര്യം പറയാനുണ്ട്. ഞങ്ങളോട് ചെന്നോ. പപ്പ പറഞ്ഞു, ഞാൻ വീതം വെച്ചു. എങ്ങനെ വെച്ചത്? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. നിങ്ങളൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വെച്ചു. പപ്പ പറഞ്ഞു, രണ്ടാമത്തെ ഇത്രയും കൊടുത്തു, മൂന്നാമത്തെ ഇത്രയും കൊടുത്തു, നാലാമത്തെ കൊടുത്തു. ഇപ്പം ഞാനാ മൂത്ത് പറഞ്ഞു, നിനക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിനക്ക് ദൈവം ഉണ്ടല്ലോ, നിനക്കൊന്നും തരുന്നില്ല. ഞാൻ പറഞ്ഞു, സാരമില്ല. ഞാൻ വേറെ കുറേ കാര്യങ്ങളോടൊക്കെ പറഞ്ഞു സ്നേഹത്തിൽ. എൻ്റെ പേരിൽ ഒരു 7 സെൻറ്റ് ഭൂമി ഉണ്ടായിരുന്നു, ഒരു 8 പറ നിലം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, പപ്പ അതുകൂടെ പപ്പ 4ആയിട്ട് ഭാഗിച്ച് എല്ലാവർക്കും കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇനിയുള്ളത് അവരവരുടെ. പക്ഷേ ഇതുവരെ പപ്പയുടെ ഹൃദയത്തിനകത്ത് ദൈവം പ്രവർത്തിച്ചു. ഇനിയും പറയുന്നത് കേട്ടോ, പപ്പ 2 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ പപ്പായുടെ സ്വത്തിനകത്തെ പകുതി എനിക്ക് എഴുതി തന്നു. ഹല്ലേലൂയ. നിനക്ക് നഷ്ടമായോ? എനിക്ക് നഷ്ടമായോ? ചിന്തിച്ചാട്ടെ. എനിക്ക് സ്വത്തില്ല, എനിക്ക് വീടില്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് വീടില്ലാത്ത ഒരു മനുഷ്യനാണ്. എനിക്ക് സ്വന്തമായിട്ടൊരു വാഹനമില്ലാത്ത മനുഷ്യൻ. പക്ഷേ എനിക്ക് എന്തെങ്കിലും നഷ്ടമായോ? ഇല്ല, എനിക്കൊന്നും നഷ്ടമായിട്ടില്ല. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ദൈവം, ഹല്ലേലൂയ, അവൻ നിനക്ക് നഷ്ടമായതിനെ റിസ്റ്റോർ ചെയ്ത് തരുന്ന ദൈവമാണ്. എൻ്റെ അപ്പൻ്റെ സ്നേഹം, എൻ്റെ അപ്പൻ്റെ കരുതൽ. എൻ്റെ പപ്പായും അമ്മച്ചും എന്നെ ഒരിക്കലും പിന്നെ എൻ്റെ പേരെടുത്ത് എന്നെ വിളിച്ചിട്ടില്ല. എന്നെ മോനെ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഹല്ലേലൂയ. എനിക്ക് നഷ്ടമായതെല്ലാം അവൻ റിസ്റ്റോർ ചെയ്തതാണ്. 9, അവൻ ലജ്ജാഭാരം ഇനി വഹിക്കേണ്ടി വരികയില്ല. നീ കീർത്തിയായി തീരും. നീ ലജ്ജിച്ചു നടക്കുന്ന മനുഷ്യനാണോ? എൻ്റെ സ്വർഗസ്ഥനായ ദൈവം, നീ മാനസാന്തരപ്പെട്ട ദൈവത്തിൻ്റെ ഭാഗത്ത് വന്നു കഴിയുമ്പോൾ അവൻ നിൻ്റെ ലജ്ജ മാറ്റി അവൻ നിന്നെ കീർത്തിയാക്കി മാറ്റുവാൻ ദൈവത്തിനിടയാക്കി തീർക്കും. ഹല്ലേലൂയ. എൻ്റെ പേരെന്തായിരുന്നു? പട്ടാളം വർഗീസ്. അതായിരുന്നു എൻ്റെ പേര്, പട്ടാളം വർഗീസ്. എന്നെ ആരും അങ്ങനെ വിളിച്ചിട്ടില്ല, കാരണം എൻ്റെ അപ്പൻ ജീവിച്ചിരുന്നത് കൊണ്ടാണ്. അതുവരെ എല്ലാവരും പറയുന്നത് പാണയത്ത് പാപ്പി സാറിൻ്റെ മകൻ.
എന്നാൽ എനിക്കറിയാമായിരുന്നു എൻ്റെ പപ്പ മരിച്ചു കഴിയുമ്പോൾ ഞാൻ നാട്ടിൽ പോയി താമസിക്കുകയാണെങ്കിൽ എന്നെ ആളുകൾ എന്താ വിളിക്കും? പട്ടാളം വർഗീസ്, അതായിരിക്കുമായിരുന്നു എൻ്റെ പേര്. എന്നാൽ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം, ഹല്ലേലൂയ, പട്ടാളം എന്ന് പറയുന്നത് മോശമൊന്നും അല്ല, എങ്കിലും എനിക്കത്ര ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ, ഹല്ലേലൂയ. പക്ഷേ ഇന്ന് എൻ്റെ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ അടുക്കൽ ഞാൻ മനസ്സാന്തരപ്പെട്ട അവനെ ഞാൻ എൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം എൻ്റെ പേരെന്താക്കി തന്നു? ഹല്ലേലൂയ, കർത്താവിൻ്റെ ദാസൻ. ഞാൻ അഹങ്കാരം പറയുകയല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുതെന്ന അപേക്ഷയാണ്. നിങ്ങൾ എനിക്ക് ഇന്നൊരു എഴുത്തെഴുതിയിടുക, ഇത്രയും മാത്രം എഴുതിയാൽ മതി. ബ്രദർ വർഗീസ് ന്യൂഡൽഹി എഴുത്തെനിക്ക് കിട്ടും. ഡോക്ടറിന് എഴുതരുത്, വല്ല ആശുപത്രിയിലും പോകും. PG വർഗീസ് എഴുതണമെന്നില്ല, പിൻകോഡ് എഴുതണമെന്നില്ല, അഡ്രസ് എഴുതണമെന്നില്ല. കാരണം എന്താണ്? എൻ്റെ സ്വർഗസ്ഥനായ ദൈവത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം ചൂതാടിയപ്പോൾ അവൻ എന്നെ കീർത്തിയാക്കി മാറ്റി. ഹല്ലേലൂയ. എൻ്റെ അത്രയും നിങ്ങൾക്ക് കീർത്തി കിട്ടിയില്ല എന്ന് വരാം, എന്നേക്കാൾ കൂടുതൽ കിട്ടിയെന്നും വരാം. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, നീ ദൈവത്തിൻ്റെ പിന്നാലെ നടക്കാമെങ്കിൽ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് എവിടെയെങ്കിലും അവൻ നിന്നെ ഉയർത്തി കീർത്തിയാക്കാതെ ഇരിക്കത്തില്ല. ഇത് അവൻ നിന്നെ കീർത്തിയാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിതറിപ്പോയതിനെ അവൻ ശേഖരിക്കും. ഇസ്രായേൽ ലോകം മുഴുവൻ ചിതറിപ്പോയി. അത് കഴിഞ്ഞാൽ 1947 മുതൽ അവർ തിരികെ വരാൻ തുടങ്ങിയാണ്. ഹല്ലേലൂയ. കൊച്ചിയിൽ തന്നെ 10-22 കുടുംബങ്ങളുണ്ടായിരുന്നു. എന്നാൽ നിങ്ങളിപ്പോൾ അവിടെ ചെല്ലാമെങ്കിൽ അറിയാം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ 5 യഹൂദന്മാരേ ഉള്ളൂ. ബാക്കി എല്ലാവരും എന്തിയെ? അവരെല്ലാവരും തിരികെ പോയി. കാരണം ദൈവം പറഞ്ഞതാണ്, ചിതറിപ്പോയതിനെ ശേഖരിക്കും. നിൻ്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങിപ്പോയിട്ടുണ്ടോ? നിൻ്റെ കുടുംബത്തിൽ നിന്ന് നിനക്ക് പല നഷ്ടമായതിനെ തിരിച്ചു തരുന്നത് പോലെ തന്നെ ചിതറിപ്പോയതിനെ അവൻ ശേഖരിക്കും. നീ ദൈവത്തിൻ്റെ അടുക്കൽ വരാമെങ്കിൽ. ആരുടെ ചിതറിപ്പോയിരിക്കുന്നത്? ആരുടെ മക്കളെ കാണാതെ പോയിരിക്കുന്നത്? ആരാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകണം. ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോകാൻ അവരെ ദൈവം ശേഖരിച്ചു തരട്ടെ. ആരുടെയാണ്? ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ചെതറിപ്പോയിട്ടുണ്ടെങ്കിൽ 3 പേരെ കാണുകയാണ്. ഞാൻ 3 പേരെ കാണുകയാണ്. ഒരു പെണ്ണ്, 2 ആൺപിള്ള. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ്റെ സ്വർഗസ്ഥനായ ദൈവമേ, അവരുടെ ചിതറിപ്പോയതിനെ നീ ശേഖരിച്ചു കൊടുക്കണമേ. ആ പെൺകുട്ടി തിരികെ വരട്ടെ, ആ ആൺകുട്ടികൾ 2 പേരും തിരികെ വരട്ടെ. 2 വീടുകളിലെ 3 വീടുകളിലായി യേശുവിൻ്റെ നാം ഞാൻ പ്രാർത്ഥിക്കുന്നു, മടങ്ങി വരിക. യേശുവിൻ്റെ നാം നികൽപ്പിക്കുന്നു, മടങ്ങി വരിക. യേശുവിൻ്റെ നാം നികൽപ്പിക്കുന്നു, മടങ്ങി വരിക. ഹല്ലേലൂയ. 11, അവൻ നിങ്ങൾക്ക് നല്ല ഒരു പേര് തരും. നിങ്ങളുടെ പേര് മാറ്റി എഴുതും. നിങ്ങളുടെ പേരെന്താണ്? യാക്കോബിൻ്റെ പേരെന്തായിരുന്നു? അബ്രാമിൻ്റെ പേരെന്തായിരുന്നു? അബ്രാം. എന്നാൽ അവൻ്റെ പേര് അബ്രഹാം എന്നാക്കി. ഹല്ലേലൂയ. യാക്കോബിൻ്റെ പേരെന്തായിരുന്നു? ഉബായി, കളിപ്പീരുകാരൻ, വേറൊരാളുടെ സ്ഥാനമാണെന്നും പറഞ്ഞുകൊണ്ട് ആൾമാറാട്ടം നടത്തുന്ന മനുഷ്യൻ. പക്ഷേ സ്വർഗസ്ഥനായ ദൈവം അവൻ്റെ പേര് ഇസ്രായേൽ എന്നാക്കി. പ്രിൻസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ രാജകുമാരൻ. അവൻ നിൻ്റെയും പേര് മാറ്റിത്തരും. ഹല്ലേലൂയ. 12, മുടന്തി നടക്കുന്നതിനെ ഞാൻ രക്ഷിക്കും. ഹല്ലേലൂയ. മുടന്തി നടക്കുന്ന ജീവിതത്തിനകത്ത് മുടന്തി നടക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് മുടങ്ങാൻ കുറവുകളുള്ളവരാണ്. പത്രോസ് കുറവുള്ള മനുഷ്യനായിരുന്നു. അവൻ മുൻകോപിയായിരുന്നു, അവൻ ശുണ്ഠിക്കാരനായിരുന്നു. മാത്രമല്ല അവൻ വാളെടുക്കുന്നവനായിരുന്നു, മുൻകോപിയായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ സ്വർഗസ്ഥനായ ദൈവം അവനെ മാറ്റി പുതിയ നിയമത്തിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവൻ ശ്രേഷ്ഠനായ ഒരു അപ്പോസ്തലനായതുപോലെ ഈ ദൈവത്തോട് ചേർന്ന് നടക്കാമെങ്കിൽ അവൻ നിന്റെ മുടന്ത് മാറ്റി നിന്നെ മഞ്ഞിനാക്കി തീർക്കും. തോമസ് ആരാണ്? സംശയിക്കുന്ന തോമസ്. പക്ഷേ തോമസ് എന്നൊരു ഹീറോയാണ്, സംശയിക്കുന്നവനായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ, പുതിയ നിയമത്തിൽ സഭ ഉണ്ടായതിനു ശേഷം, സഭ ഉണ്ടായത് എന്നാണ്? യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലല്ല, പരിശുദ്ധാത്മാവിൻ്റെ വരവിനോടുകൂടെ. അതിനുശേഷം തോമസിൻ്റെ ജീവിതം അപ്പാടെ മാറി. പിന്നെ അവൻ സംശയിക്കുന്നവനായിരുന്നു. അവൻ ഇന്ത്യയിൽ വന്നു. അയ്യോ, ഇന്ത്യയിൽ ആരും ഒന്നും വരത്തില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ ആരും വരത്തില്ല. സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചെങ്കിൽ, ഹല്ലേലൂയ, ഈ നാട്ടിൽ ആര് വരും? ഒരു ക്രിസ്ത്യാനിയും ഇല്ലാത്ത ഈ നാട്ടിലേക്ക് തോമസിന് വരാൻ ശക്തി ഉണ്ടായത് എവിടെന്തുകൊണ്ടാണ്? ആ മുടന്തി നടക്കുന്നവനെ രക്ഷിക്കുന്നവനായ ദൈവം അവൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം കൊടുത്തു. പുതിയ നിയമത്തിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ അത്ഭുതം ഒരു പാപിയുടെ മാനസാന്തരമാണ്. എയ്ഡ്സ് രോഗി സൗഖ്യമാകുന്നതല്ല, ക്യാൻസർ രോഗി സൗഖ്യമാകുന്നതല്ല, ദരിദ്രൻ പണക്കാരനായി തീരുന്നതുമല്ല. പിന്നെ ഒരു മനുഷ്യൻ്റെ, ഒരു പാപജീവിതത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് വരുന്ന രൂപാന്തരം അവൻ നേരെ നടക്കുന്നതാണ്. 13, അവൻ നിന്നെ പ്രശംസയും കീർത്തിയുമാകും. ലോകം മുഴുവൻ അറിയണമെന്നില്ല, അറിഞ്ഞെന്ന് വരാം. നിന്റെ നാട്ടിൽ മുഴുവൻ നീ അറിയണമെന്നില്ല, നിന്റെ ഗ്രാമത്തിൽ മുഴുവൻ അറിയുവാൻ തക്കവണ്ണം നീ ദൈവത്തോട് ചേർന്ന് നടക്കാമെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. ഹല്ലേലൂയ. വടക്കേ ഇന്ത്യയിൽ ഞാൻ പോയി സുവിശേഷം പ്രസംഗിക്കുന്നു. 10,000-കണക്കിന് ആളുകൾ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ഞാൻ ഓരോരുത്തരെയും ശ്രദ്ധിച്ചു. ആരൊക്കെയാണോ ദൈവത്തോട് ചേർന്ന് നടന്നത് അവരെല്ലാം സ്വന്തം നാട്ടിൽ അറിയപ്പെട്ടവരായി, കീർത്തിയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ നാട്ടിൽ, ഞാൻ എൻ്റെ വീട് അഞ്ചലിൽ,
കൊല്ലം ഡിസ്ട്രിക്റ്റിൽ പുനലൂരിനടുക്കൽ അഞ്ചലിലാണ്. അതിനടുക്കൽ പത്തടി പാപ്പിച്ചൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ അറിയാവുന്ന ഒരു വളരെ ചുരുക്കമായിരുന്നു, വളരെ ചുരുക്കം. മാന്യനാണ്, റബ്ബർ തോട്ടമൊക്കെ ഉള്ള മനുഷ്യനാണ്. എങ്കിലും പത്തടി പാപ്പിച്ചൻ എന്ന് പറയാൻ അറിയാവുന്ന ഒരു കുറച്ച് പേരാണ്. എന്നാൽ അദ്ദേഹം ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു. അദ്ദേഹം ദൈവത്തിലൂടെ നടക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആരാധന തുടങ്ങി. ഞാൻ പറയട്ടെ, അദ്ദേഹം മരിക്കുന്ന സമയത്ത് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ മാത്രമല്ല പത്തനംതിട്ട അവിടെ എല്ലാവരും അറിയുന്ന ഒരു ദൈവദാസനായി മരിച്ചു പോയതുകൊണ്ട് ഇപ്പോഴുള്ളവർക്ക് അറിയത്തില്ല. എങ്കിലും പ്രായമുള്ളവർക്ക് ചോദിച്ചാൽ സൂസന്നാമ്മയും പാപ്പച്ചനും അറിയാവുന്നവരാക്കി തീർത്തു. ഹല്ലേലൂയ. 14-ാമത്തെ കാര്യം, നിന്റെ ദൈവമായി യഹോവ ദൈവം തൻ്റെ മഹത്വം നിങ്ങളിലൂടെ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തും. ഹല്ലേലൂയ. വടശ്ശേരിക്കരയിൽ ഞാൻ ഒരിക്കലുണ്ടായിരുന്ന സമയത്ത് ഉമ്മൻ നേത്താടോ എന്ന് പറയുന്ന ദൈവദാസനോട് ഒരു ക്രൂസൈഡ് നടത്തുകയായിരുന്നു. നടത്തുന്നതിൻ്റെ അവസാനത്തെ ദിവസം ഒരു മനുഷ്യൻ, ഒറ്റക്കാലനായ ഒരു മനുഷ്യൻ ആൾ സ്നാനപ്പെടാനായിട്ട് ഇറങ്ങിച്ചെന്നു. അദ്ദേഹത്തിൻ്റെ പെൺമക്കൾ രണ്ടുപേരോട് ഇന്ന് കരയുകയായിരുന്നു. അതിൻ്റെ ആരാണ്ട് പറഞ്ഞു, അപ്പൻ സ്നാനപ്പെടുന്നതിൻ്റെ സങ്കടം കൊണ്ട് കരയുകയാണ്. എനിക്ക് കരയുന്ന പെൺകുട്ടികളെ ആശ്വസിപ്പിക്കുന്ന സന്തോഷമാണ്. ഞാൻ ഇടയ്ക്ക് ചെന്ന് വെച്ച് പറഞ്ഞു, ഒന്നും അല്ലെങ്കിൽ ഈ പിഴയായ മനുഷ്യൻ, അയ്യോ അയാൾ അത്ര പിഴയാണെന്ന് വടശ്ശേരിക്കരക്കാരുടെയൊക്കെ ചോദിച്ചെങ്കിലേ അറിയത്തുള്ളൂ. ഒറ്റക്കാലനായ മനുഷ്യൻ വടിവെച്ച് പോലീസുകാരെ എല്ലാം അടിച്ച് താഴെയിട്ടു, SI അടിച്ച് താഴെയിട്ടിട്ട് ഒറ്റക്കാലെ ചാടിപ്പോയിട്ട് ആർക്കും പിടിക്കാൻ കഴിഞ്ഞില്ല. ദുർമാർഗിയായ ഒരു മനുഷ്യൻ, ചട്ടമ്പിയായ ഒരു മനുഷ്യൻ. ഇനിയും പറയുന്നത് കേട്ടാട്ടെ. ഞാൻ പറഞ്ഞു, ഒന്നും അല്ലെങ്കിൽ ഈ മനുഷ്യൻ സ്നാനപ്പെട്ടപ്പോൾ നിങ്ങൾ സന്തോഷിക്കേണ്ടിയില്ല. ആ പെൺകുട്ടികൾ എൻ്റെയൊക്കെ പറഞ്ഞു, 2 പെൺമക്കൾ എൻ്റെയൊക്കെ പറഞ്ഞു, അപ്പച്ചൻ സ്നാനപ്പെടുന്ന സങ്കടം കൊണ്ടല്ല ഞങ്ങൾ കരയുന്നത്, ഞങ്ങളുടെ അപ്പച്ചന് രൂപാന്തരം ഉണ്ടായല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് കരയുകയാണ്. ചോദിക്കണം, ജോർജാനെ അറിയാവുന്ന വടശ്ശേരിക്കരക്കാരുടെയൊക്കെ ചോദിക്കണം. ഹല്ലേലൂയ. ദൈവം തൻ്റെ മഹത്വം നിങ്ങളിലൂടെ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തും. 15, അവൻ വാക്ക് പറഞ്ഞത് നിവർത്തിക്കുവാൻ അവൻ ശ്രദ്ധാലുവായിരിക്കും. വളരെ ശ്രദ്ധയോടെ, വാക്ക് മാറാത്തവൻ, ഭോഷ്ക്ക് പറയാത്തവൻ, പറയുവാൻ അവൻ മനുഷ്യനല്ല. അവൻ വാക്ക് പറഞ്ഞത് നിവർത്തിക്കുവാൻ അതിശ്രദ്ധാലു ആയിരിക്കും. 16, നീ ലജ്ജിതനായി പോകുകയില്ല കേട്ടോ. അറിയണമെങ്കിൽ രൂത്തിൻ്റെ ഒക്കെ ചോദിച്ചാട്ട് അവൻ ലജ്ജിതയായി പോയോ? ഇല്ല. യാക്കോബിൻ്റെ ഒക്കെ ചോദിച്ചാട്ട് ലജ്ജിതനായി പോയോ? ഇല്ല. വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചിട്ട് ലജ്ജിതരായ ഒരാളുടെ കഥ പറയാം? ഇല്ല, ലജ്ജിതരായിട്ടില്ല. 17, ശത്രു അപഹരിച്ചതെല്ലാം അവൻ തിരികെ പിടിച്ചു തരും. ഹല്ലേലൂയ. ഡേവിഡ് റിക്കവേർഡ് ആൾ. ഡേവിഡിന് നഷ്ടമായതെല്ലാം, ശത്രു കൊണ്ടുപോയതെല്ലാം അവൻ തിരിച്ചെടുത്തു. ഹല്ലേലൂയ. കാരണം എന്താ? ദൈവം വാക്ക് കൊടുത്തു. ഞാൻ നിങ്ങളുടെയൊക്കെ പറയാം, ശത്രു നിന്റെ എന്തെങ്കിലും അപഹരിച്ചെങ്കിൽ നീ ദൈവത്തിൻ്റെ കൂടെ നടന്നത് കാരണം ഏതെങ്കിലും നീ അവരുടെ വഴക്കിന് പോകേണ്ട ആവശ്യമില്ല. പിന്നെയോ നീ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിനക്ക് നഷ്ടമായതിനെ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം ഏതെങ്കിലും വിധത്തിൽ ലാഭമാക്കി തരും. നിന്റെ ആരോഗ്യം, നിന്റെ സമാധാനം, നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ്, നിന്റെ മക്കൾ, നിനക്ക് നഷ്ടം. ആരുടെയാണ് ഭർത്താവ് നഷ്ടപ്പെട്ടത്? കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, മടങ്ങി വരിക. യേശുവിൻ്റെ നാമത്തിൽ പുരുഷ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, മടങ്ങി വരിക. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്, മടങ്ങി വരിക. നിനക്ക് നഷ്ടമായാലും ഈ 17 അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു, ഈ 17 അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകട്ടെ. നഷ്ടപ്പെട്ട ഭർത്താവെ മടങ്ങി വരിക, നഷ്ടപ്പെട്ട സ്വത്തെ മടങ്ങി വരിക. അവരെ കീർത്തിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു വരുവാൻ ഇടയായി തീരട്ടെ. അപ്പൻ കൊടുക്കാതിരുന്ന സ്വത്തിന് പകരം എൻ്റെ സ്വർഗസ്ഥനായ ദൈവമേ, നീ അവരുടെ അതിരുകളെ വിസ്താരമാക്കി അവരെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അവർ അനുഗ്രഹം പ്രാപിക്കട്ടെ. അവരെ കീർത്തിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കുക, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഐ എം സോ ഹാപ്പി. ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം ഞാൻ ഈ പറഞ്ഞ 17 അനുഗ്രഹം നിങ്ങളെ തേടി വരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. അടുത്ത ആഴ്ച വീണ്ടും കാണാം.